ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരിക്കുമല്ലോ എല്ലാവരും. പക്ഷെ കുറച്ച് പേര് വിഷമമുള്ളവരുണ്ടാവും. ആരാണത്? നല്ല രീതിയിൽ വിചാരിച്ചതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടാവുമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഇന്നത്തോടുകൂടി ഈ പരീക്ഷയ്ക്ക് പഠിക്കൽ അവസാനിപ്പിക്കും. പിന്നെ ഇവർ പഠിച്ചു തുടങ്ങും. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വല്ല ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് എടി ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, വേറൊരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും പഠിച്ചു തുടങ്ങും, ഒന്നേന്ന് തുടങ്ങി. അപ്പം ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. നമ്മൾ വെളുക്കുന്നത് വരെ വെള്ളം കോരിയിട്ട് കല മുടച്ചു എന്ന് പറയുന്ന പോലെയാകും അല്ലേ. ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലേ. നമ്മൾ കേട്ടിട്ടില്ലേ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന്. അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലിയാണ്. അത് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളൊരു സ്ഥാനത്തെത്തുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം പോലും നമ്മൾ ഗ്യാപ്പ് വരുത്താൻ പാടില്ല. നമുക്ക് ഒരുപാട് എക്സാംസ് ഇനിയും വരാനുണ്ട്. SBCID, കമ്പനി ബോർഡ് കോർപ്പറേഷൻ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങി ഒരുപാട് എക്സാംസ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വരാനുണ്ട്. അതുകൊണ്ടാണ് പഠനം നിർത്തരുത് എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഈ എക്സാംസിനൊക്കെ വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി പഠിക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ യൂട്യൂബിൽ സഹകാരി PSC എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് ആ യൂട്യൂബ് ചാനലിൽ നിങ്ങളൊന്ന് കയറാം. അതിൽ ഒരുപാട് സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവർക്കൊരു ടെലഗ്രാം പേജ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ്സുകളുടെ PDF നോട്ട്സും കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സും അതുപോലെ എക്സാം സീരീസുകളും എല്ലാം അവൈലബിൾ ആണ്. ഞാൻ സഹകാരിയുടെ പേര് തന്നെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന കേരള ബാങ്കിൻ്റെ 900 പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റിൽ പകുതിയോളം കുട്ടികൾ സഹകാരിയിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അതുപോലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകളിലെല്ലാം തന്നെ സഹകാരിയിലെ സ്റ്റുഡൻസ് ആണ്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല ഇവർക്ക് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെയും ടെലഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും തന്നെ അതിൽ ജോയിൻ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാം. പഠനം നിങ്ങൾ നിർത്തരുത്. ഓക്കെ. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിഗ്രിയുടെ ലെവൽ ഇപ്പോൾ നിങ്ങൾ എഴുതിയ പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും കമൻറ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ പഠനം ആരും സ്റ്റോപ്പ് ചെയ്യരുത്. ലക്ഷ്യത്തിലെത്തുന്നത് വരെ എല്ലാവരും പഠിച്ചുകൊണ്ടേയിരിക്കുക. വീണ്ടും കാണാം.